സിബി തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത അതിജീവിതം ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. പ്രണയം നടിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ വഞ്ചനയുടെ കഥയാണ് അതിജീവിതം. സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള സതീഷ് പാലേരി എന്ന മോട്ടിവേഷൻ സ്പീക്കറുടെ ചതിയിലകപ്പെട്ട റിൻസി ഫെർണാണ്ടസ് എന്ന യുവതിയുടെ പോരാട്ടങ്ങളുടെ കഥ കൂടിയാണ് ഈ ഹ്രസ്വചിത്രം. റിൻസി ഫെർണാണ്ടസ് അല്ലേ? റിൻസി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ പോലീസിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ? അതിജീവിതത്തിന്റെ ആദ്യ പ്രദർശനം എറണാകുളത്ത് നടന്നു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖ വ്യക്തികൾ ആദ്യ പ്രദർശനത്തിനായി എത്തിയിരുന്നു. സമൂഹത്തിൽ എങ്ങനെയാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ നോക്കിക്കാണേണ്ടതെന്നും അതിനെ ഏറ്റവും നൈർമല്യമേറിയ, ഏറ്റവും ആവേശകരമായ, ഏറ്റവും നല്ല ഒരു ബന്ധമാണ് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന വൈകൃത മനസ്സുകളെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ് ശ്രീ സിബിയുടെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കയ്യിൽ നിന്ന് വിട്ടു പോകാത്ത വിധത്തിൽ അതിൻ്റെ എല്ലാ അഭിനയമാവട്ടെ, സംവിധാനമാകട്ടെ, അതിൻ്റെ സൗണ്ടിങ് സിസ്റ്റമാവട്ടെ, ആരംഭവും അവസാനവും ഏറ്റവും ഗംഭീരമായ രീതിയിൽ ഒതുക്കത്തോടുകൂടി അരമണിക്കൂറിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളത് പറയുന്നത് ഏറ്റവും ഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ് സംവിധായകൻ്റെ ഭാഗം എന്നുള്ളതൊക്കെ ശ്രീ സിബി ചെയ്തിട്ടുള്ളത്. അഭിനേതാക്കളും അഭിനേത്രികളും ഒക്കെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ ഈ ചിത്രം കണ്ടപ്പോൾ ഓർമ്മയിലേക്ക് ഓടിയെത്തിയെന്ന് യുവ അഭിനേത്രി റിനി ആൻ ജോർജ് അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ ജീവിതത്തിനെ തന്നെ ഒരു സിനിമയാക്കി മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളൊക്കെ നിലകൊണ്ടത് എന്തിനു വേണ്ടിയാണോ അത് ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുമ്പോൾ ചില കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് മിന്നി മറഞ്ഞതുപോലൊരു ഫീലിംഗ് ആയിരുന്നു. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ലെങ്ത് ഷോർട്ട് ഫിലിമാണ്, ലെങ്ത് ഇത്തിരി കുറഞ്ഞ പോലെ തോന്നി. എനിക്ക് കുറച്ച് ദീർഘമായിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം തോന്നി. കാരണം വളരെ ഹൃദയസ്പർശിയായ ഒരു ജീവിതം തന്നെയാണ്. വെറും ഒരു സാങ്കല്പിക കഥയ്ക്കപ്പുറം ചില ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില കാര്യങ്ങളൊക്കെ, മുഹൂർത്തങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. നമുക്കറിയാം, പേര് അതിജീവിതം എന്നുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അധികം ഹാപ്പിയാണ്. കാരണം ഇതെൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ്. ആൻഡ് സിബി സാറിന് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഷോർട്ട് ഫിലിമിനകത്ത് കാണിക്കുന്നുണ്ട്. സമൂഹത്തിന് നല്ലൊരു എഡ്യൂക്കേഷൻ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. സോ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് സമൂഹത്തിൽ നടക്കുന്നത് തന്നെയാണ്. പക്ഷേ പല പെണ്ണുങ്ങളും പല പെൺകുട്ടികളും അത് പറയാനോ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, സമൂഹത്തിന് മുന്നിൽ റെപ്രസെൻ്റ് ചെയ്യാനോ ഇപ്പോഴും പഠിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. സോ ഇതുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ പെൺകുട്ടികളും ഇത് നേരിടുന്നവരെ മുന്നോട്ട് വരാം. നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് ജീവിക്കുക. ഒരു ഫിസിക്കൽ അബ്യൂസിനും ഇങ്ങനത്തെ ഒരു കാര്യത്തിനും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടർ പോലെ അതിനകത്ത് പറഞ്ഞിരുന്നത്, അതായത് നമ്മൾ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് പവർഫുൾ പീപ്പിളിനെതിരെ ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറേ പവർഫുൾ പീപ്പിൾ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറഞ്ഞ പോലെ പവറുള്ളപ്പോൾ. സോ അവരെ ഒരു ഇമേജാണ് അത് പോർട്രേ ചെയ്തേക്കുന്നത്. ഷാജി പറഞ്ഞ കാര്യത്തിൽ ഒരു MP അല്ലെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ വേറൊരാൾ പവർഫുൾ ആയിട്ടുള്ള ആൾ തെറ്റ് ചെയ്തപ്പോഴും അത് മറയ്ക്കാൻ അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ളത് ഒരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടർ. പക്ഷേ അതിജീവിതം എന്നത് കാണിക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ട്രൂത്ത് പുറത്തേക്ക് വരും, സത്യം ജയിക്കും. പിന്നെ ഇപ്പോഴും നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എല്ലാവരും തുറന്നു പറയണമെന്നില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുറന്നു കാട്ടുന്ന ഒരു ചിത്രം തന്നെയാണ്. അവരുടെ ഐഡന്റിറ്റി പുറത്ത് വെളിപ്പെടുത്താത്തൊരു രീതിയിലാണ് നമ്മൾ ചാനൽസ് ആണെങ്കിലും അത് കവർ ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവർക്കുണ്ടായ പ്രശ്നങ്ങൾ, അനുഭവങ്ങൾ തുറന്നു പറയും. അപ്പം ആ രീതിയിൽ അവർക്കൊരു പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക.
ഷോർട്ട് ഫിലിം എന്തായാലും കൊള്ളാവുന്നതാണ്. എന്താ വെച്ചാൽ ഇതൊരു സോഷ്യലി ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ നോക്കുന്ന രീതിയിലാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു സോഷ്യൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ആൾക്കാരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിപ്പിക്കുക. ഐ ബിലീവ് അതാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്. ഒന്ന് ചിന്തിപ്പിക്കുക, അത്രയാണ് ഇതിനുള്ള. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും എഫേർട്ട് എടുത്തിരിക്കുന്നത്. ഈ എഫേർട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ അതാണ്. ഒരു സിനിമ വന്ന് കണ്ടിട്ട് പോകാം, അല്ലെങ്കിൽ ഒരു സിനിമയിൽ നമുക്ക് എന്തെങ്കിലും എടുക്കാം. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കിയത്. സിനിമയിൽ എന്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, വന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ സിനിമ നിങ്ങൾക്ക് ലോങ് ആയിട്ട് തോന്നിയാലും ചിലർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം, ഇൻട്രസ്റ്റിംഗ് ഇല്ലാതെ തോന്നാം. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ചിന്തിപ്പിക്കാൻ തോന്നിക്കുന്നുണ്ടെങ്കിൽ, ഐ തിങ്ക് അവിടെ ഒരു സിനിമ ഒരു രീതിയിലൊരു വിജയം തന്നെയാണ്. അപ്പം ആ രീതിയിൽ എന്തായാലും വിജയപ്പെട്ടിട്ടുണ്ട്. സന അംജാദ്, അജ്മൽ, അക്ഷയ്, ഗിൽഡ, അഞ്ജന മിശ്ര, കാർത്തിക, അപർണ അപ്പു, പത്മകുമാർ എന്നിവരാണ് അഭിനേതാക്കൾ. TM സൂരജാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ക്യാമറ ജിനേഷ് ജയൻ. വൈറ്റ് സ്വാൻ TV നിർമ്മിച്ച അതിജീവിതം കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഉടനെത്തും.